നമ്മളിപ്പോൾ റൂമിലാണ് ഉള്ളത് മണാലിയിൽ. അപ്പോൾ ഇവിടുന്ന് 1:30ക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ സൈറ്റ് സീയിങ് ഒക്കെ ഇന്ന് ഇവിടുത്തെ ലോക്കൽ സൈറ്റൊക്കെ കാണുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ക്യാബിൻ്റെ ഡ്രൈവർ വരും ഒരു 1:30 ആകുമ്പോൾ. ഇപ്പോൾ ഉച്ചക്ക് അത്യാവശ്യം തണുപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല, രാവിലെ ഉള്ള അത്ര ഇല്ല. എന്തായാലും നമുക്ക് പുറത്ത് പോയിട്ട് അവിടെ കാഴ്ചകളൊക്കെ കാണാം. നമ്മളിപ്പോൾ ഈ മണാലിയിലുള്ള കഫേ സോംബി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത്. അപ്പോൾ രാവിലെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ആലു പൊറോട്ടയും അതുപോലെ പനീർ പൊറോട്ടയും പിന്നെ ഒരു കോഫിയും ഉണ്ട്, അതുപോലെ ഹോട്ട് ചോക്ലേറ്റും ഉണ്ട്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം, വിശേഷങ്ങളൊക്കെ കാണാം. അതുപോലെ ഇവിടുത്തെ ഡൽഹി സ്പെഷ്യലായ ഒരു സ്പെഷ്യൽ കേടും കൂടിയുണ്ട്, ലസ്സി എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്നാലും ഫുഡ് കഴിക്കാം. നമ്മളിപ്പോൾ പോകുന്നത് ഹഡിംബ ദേവി ടെമ്പിളിലോട്ടാണ്. ഇവിടെ അത്യാവശ്യം സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം മുകളിലോട്ടേക്ക് പോകാൻ. അപ്പോൾ അവിടെ റോഡരികിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടെ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഒരുപാട് റാബിറ്റിനൊക്കെ കണ്ടു. അതുപോലെ റാബിറ്റിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. എന്തായാലും നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോവാം, അമ്പലം ഒക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. മഹാഭാരതത്തിലെ ഭീമസേനന്റെ ആദ്യ പത്നിയാണ് ഹഡിംബാദേവി. ഹഡിംബാദേവി തപസ്സിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ഈ അമ്പലം. ഫോട്ടോഗ്രാഫി അനുവദനീയമല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ അകം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഹഡിംബാദേവിയുടെ കാൽപാദം പതിഞ്ഞ പാറ ഞങ്ങൾ കണ്ടു. അമ്പലത്തിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ഇവിടെ മാനിൻ്റെ കൊമ്പുകളൊക്കെ ഉണ്ട്. ഇതിവിടുത്തെ പ്രസാദമാണ്. ഇവിടെ ഹിമാചൽ പ്രദേശിൻ്റെ ട്രഡീഷണലായ ഡ്രസ്സാണിത്. അപ്പോൾ ഇവിടുന്ന് വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു 100 രൂപ കൊടുത്താൽ തന്നെ എല്ലാവർക്കും ആ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിനി വരുമ്പോൾ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം കുറേ ടീമുണ്ട് ഇവിടെ ഇതേപോലെ. നമുക്ക് മാക്സിമം ബാർഗെയിൻ ചെയ്താൽ നമുക്ക് ചെറിയ റേറ്റിന് തന്നെ കിട്ടുന്നതാണ്. ഇവരെ ഈ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ പേര് പട്ടു എന്നാണ്. പട്ടു ട്രഡീഷണൽ ഡ്രസ്സ് എന്നാണ് പേര്. ഇവരെ ഈ ഒരു മാലയൊക്കെ കെട്ടിയിട്ട് ഇപ്പോൾ ശരിക്കും ഇവളൊരു ഹിമാചൽ പ്രദേശുകാരി തന്നെ ആയിട്ടുണ്ട്. നീ ഇവിടെ തന്നെ ഒന്ന് വന്നാൽ ഈ ഡ്രസ്സെല്ലാം ഇട്ടിട്ട്. ഇതാണ് ശിവം, നമ്മുടെ ഹിമാചൽ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഫോട്ടോസൊക്കെ എടുത്തത് ശിവം ബ്രോ ആണ്. താങ്ക്സ് ബ്രോ. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ടിബറ്റൻ മോണസ്ട്രി മാൾ റോഡിലാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമുക്ക് എന്തായാലും ഇവിടെ കാണാം. ഇവിടെ നമ്മൾ ഒരു ഗുലാബ് ജാമിൻ വെക്കുന്ന ഒരു മലയാളി അറിയാവുന്ന ഒരു ചെക്കനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഭയ്യ ആപ്കാ നാം ക്യാ ഹേ? കാർത്തിക്. എന്നാൽ നമ്മൾ ഗുലാബ് ജാം വാങ്ങിയിട്ടുണ്ട്, കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല കൊള്ളാം, നല്ല ചൂടുണ്ട് ഗുലാബ് ജാമുൻ. സാധാരണ നമ്മൾ തണുത്ത ഗുലാബ് ജാമുൻ നാട്ടിൽ നിന്ന് കഴിക്കുന്നുണ്ട്, പക്ഷേ ഇത് അത്യാവശ്യം വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും, നല്ല സോഫ്റ്റും ഉണ്ട്, മധുരവും കുറവായിരുന്നു. ഓക്കെ, ഇവിടെ മണാലി സ്പെഷ്യൽ സ്നാക്സും അതുപോലെ സ്വീറ്റ്സൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ ഷോപ്പിംഗ് സ്ട്രീറ്റിൻ്റെ നടുവിലായി ഒരു ദുർഗാദേവി ടെമ്പിളുണ്ട്. ഇവിടുത്തെ പനീർ ടിക്ക ബട്ടർ മസാലയാണ്. സാധാരണ നമ്മളെ നാട്ടിലൊക്കെ പനീർ കിട്ടുമ്പോൾ ചെറിയ കഷ്ണമായിരിക്കും, പക്ഷേങ്കിൽ ഇവിടെ ഹിമാചൽ പ്രദേശിലെല്ലാം അത്യാവശ്യം നല്ല സൈസായിരിക്കും. ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്ന പനീറാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്യാവശ്യം നല്ല ഒരു ഇത്രയും സൈസ് ഉണ്ട് ഇവിടെ. നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ടിബറ്റൻ മൊണസ്ട്രീസ് ടെമ്പിളിലാണ്. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ടിബറ്റൻ ശൈലിയിൽ നിർമ്മിച്ചതാണ് ഈ ടെമ്പിൾ. മണാലിയിലെ വൺ ഓഫ് ദ പോപ്പുലർ സൈറ്റ് സീയിങ് പ്ലേസ് ആണിത്. ഈ കാണുന്നത് അമ്പലത്തിന് ചുറ്റുമുള്ള പ്രയർ ബെൽസ് ആണ്. ബുദ്ധമതക്കാരുടെ വിശ്വാസപ്രകാരം പ്രയർ ബെൽസ് വിസ്ഡത്തിനെ സിംബലൈസ് ചെയ്യുന്നു. അമ്പലത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളാണിവ. ചുവരിൽ ബുദ്ധൻ്റെ കഥകൾ ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമുക്കിനി നാളെ അടുത്ത വീഡിയോയുമായി കാണാം. അപ്പോൾ ബൈ ഫ്രം നോമാഡ് ടെക്കി അതുൽ ആൻഡ് വൈഫ്.